നമസ്കാരം. ജ്യോതിഷം എന്ന മഹത്തായ ശാസ്ത്രത്തിലെ പ്രശ്നം എന്ന ഒരു ശാഖയിലേക്ക് നമുക്കൊരു തീർത്ഥയാത്ര നടത്തുന്നതിന് മുമ്പ് എനിക്ക് ചില വർത്തമാനങ്ങൾ പറയാനുണ്ട്. എനിക്ക് ജ്യോതിഷത്തിനും അപ്പുറം ചില വർത്തമാനങ്ങൾ ഞാൻ പറയും. അത് ബുദ്ധിമുട്ട് ആകുന്നുവെങ്കിൽ ക്ഷമിക്കുക, കാരണം എനിക്കത് പറഞ്ഞേ പറ്റൂ. ഞാൻ ഈയിടെയായിട്ട് നമ്മൾ ഒരു മേഖലകളിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർ എന്ത് പ്രവർത്തിക്കുന്നു എന്നൊരു അന്വേഷണം എല്ലാവരും നടത്താറുണ്ട്. എഴുത്തുകാരൻ അയാളുടെ പുസ്തകങ്ങൾ മാത്രമല്ലല്ലോ വായിക്കുക, മറ്റുള്ളവർ എഴുതിയത് വായിക്കും. സിനിമാക്കാരൻ അയാളുടെ സിനിമ മാത്രമാണ് കാണുക എന്ന് പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരും അവരുടെ മേഖലകളിൽ നിൽക്കുമ്പോൾ ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കും. ഞാൻ സാധാരണ രീതിയിലായി ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ അസ്ട്രോളജി ഒന്ന് ചികഞ്ഞു നോക്കാറില്ല. കാരണം ഒന്നും കിട്ടാറില്ല. ഇതിലൊക്കെ പൊട്ടത്തരം പിടിച്ച ചിലർ വന്ന വർത്തമാനം പറയുന്നത്, വിവരമുള്ളവർ, തലക്ക് വെളിവുള്ളവൻ ഒന്നും ഇങ്ങോട്ട് വരുന്നുമില്ല. എന്നാലും ഈയിടെയായിട്ട് വെറുതെ ഒരു കൗതുകത്തിലേക്ക് വേണ്ടി നോക്കി, എന്തുമാത്രം ഭാരതത്തിൽ അല്ലെങ്കിൽ കേരളീയ ജ്യോതിഷം എന്തുമാത്രം ഇപ്പോൾ ഈ നിമിഷം ഈ വർത്തമാന കാലഘട്ടത്തിൽ ചെളിക്കുണ്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു, എന്തുമാത്രം അർത്ഥപ്പതിച്ചിരിക്കുന്നു ഈ രംഗം എന്ന് ഞെട്ടലോടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോഴാണ്. കാരണം ഒരാൾ ഏതെങ്കിലും ഒരു കൊച്ചു തുരുത്തിൽ വെച്ച് ഒച്ച വിളിച്ചിട്ട് കാര്യമില്ല, എന്നാലും ഒച്ച വിളിച്ചുകൊണ്ടേ ഇരിക്കും. നമ്മൾ സമൂഹത്തിൽ ഉന്നതരെന്ന് വിചാരിക്കുന്ന, സമൂഹത്തിൽ ബഹുമാന്യരെന്ന് വിചാരിക്കുന്ന, വിവരമുള്ളവൻ എന്ന് വിചാരിക്കുന്ന ഒരു IAS കാരനാണ്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഉന്നതങ്ങളായ നിലകളിൽ ഔദ്യോഗിക തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളൊരു ചാനൽ നടത്തുന്നുണ്ട്. ഒരു IAS കാരനാണ് നടത്തുക. എന്തുമാത്രം ഈ ജ്യോതിഷവുമായിട്ട് യാതൊരു പുലബന്ധവും ഇല്ലാത്ത കാര്യമാണ് പറയുക. നോക്കൂ, കൊച്ചു പിള്ളേര് പറയുന്നത് പോലെ ഒരു വെളുത്തുള്ളി എടുത്ത് പൊതിഞ്ഞ് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് കിടന്ന പണം ഉണ്ടാവുമെന്നത്രേ. എന്നിട്ട് കുറേ അക്ഷരങ്ങൾ പറയും, അത് പച്ച മഷിയിൽ എഴുതി വെള്ളം കുടിക്കുന്ന ബോട്ടിലിൻ്റെ പുറത്ത് ഒട്ടിച്ചുകൊണ്ട് നടന്നാൽ പൈസ വന്നുകൊണ്ടിരിക്കുമെന്നത്രേ. ഇവൻ എവിടെ നിന്നാണ് വിദ്യ അഭ്യസിച്ചത്? അതുപോലെ തന്നെ കേരളത്തിലെ DGP ആയിരുന്ന ഒരു IPS കാരൻ വച്ച് വിളമ്പുന്ന ഈ അന്ധവിശ്വാസങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഇടയ്ക്കൊരു അസ്ട്രോളജി ചാനല് ഡെയിലി 5 വീഡിയോ ആണ് അസ്ട്രോളജി ചാനലിലൂടെ ഒരു ദിവസം മണിക്കൂറുകൾ ഇടവിട്ട് 10-20 മിനിറ്റ് വെച്ച് വന്നുകൊണ്ടിരിക്കുക. ഈ ലോകത്തിലുള്ള സർവ കൂടോത്രക്കാരെയും വിളിച്ച് വരുത്തി അവർക്ക് വായിൽ തോന്നിയത് പറയുക. എന്നിട്ട് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് ജ്യോതിഷമല്ല സംസാരിക്കുന്നത്, പക്ഷെ ജ്യോതിഷ ചാനൽ എന്നാ പറയുക. ഈ ശാസ്ത്രീയമായിട്ട് ജ്യോതിഷം ഉറിയടിക്കുന്നു എന്ന് പറയുന്നവർ പോലും അവൻ്റെ ചാനലിൽ ചെന്നിരുന്ന് വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. വലിയ പൂണൂലിട്ട തമ്പുരാക്കന്മാരടക്കം അവനൊക്കെ ശരിക്കും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവൻ്റെ പിന്നിൽ വരുന്ന, ആ ചാനലിൻ്റെ പിന്നിൽ വരുന്ന കമൻറ്റ് ബോക്സ് പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും ആളുകൾ എന്തുമാത്രം ഇതിന് അഡിക്ഷനായി നിൽക്കുന്നു. എനിക്ക് സമ്പത്തുണ്ടാക്കാൻ ഇന്ന വഴി, എന്ത് പ്രാർത്ഥിക്കണം? ആ ചാനലിൽ ഒരുത്തം വന്നിരുന്ന് പറയുകയാണ്, നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതയോ കടബാധ്യതയോ ഉണ്ടോ എങ്കിൽ പളനി മുരുകന് കൊണ്ട് സ്വർണം സമർപ്പിക്കുമെന്ന്. ഈ സാമ്പത്തിക ബാധ്യത ഉള്ളവർ വീണ്ടും പൈസ ഉണ്ടാക്കി സ്വർണവും മേടിച്ചോണ്ട് പളനിയിൽ പോകണം. എന്തുമാത്രം പോഴത്തനം പറഞ്ഞ ആളുകളെ പറ്റിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ, ജ്യോതിഷം ശാസ്ത്രീയമായി മനസ്സിലാക്കിയിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സോടുകൂടി ഈ നവമാധ്യമങ്ങളിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ അറിവുകൾ പ്രദാനം ചെയ്യുക. 1000 പേർ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഒരുത്തൻ വേറൊരു മട്ടിൽ സംസാരിക്കുന്നു, അത് ശരിയാവുമോ എന്നൊരു സംശയം ഉണ്ടായേക്കാം. ഞാൻ പറയുന്നത് മാത്രം തന്നെയാണ് ശരി, ഞാൻ മാത്രമല്ല പറയുന്നത്. ഇനി പ്രശ്നം എന്ന മഹത്തായ അറിവിലേക്ക് 2/4/2019 ഒരു 4:50 PM ഒരാൾ വിളിക്കുകയാണ് എന്നെ, സാർ ഒരു പ്രശ്നം വെക്കണം. എന്താ കാര്യം? അത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു സാധനം കളവ് പോയിട്ടുണ്ട്, ഒരു സ്വർണ്ണമാല. അത്
കളവ് പോയതാണോ എന്താണ്, തലേ ദിവസമൊക്കെ അതിഥികളൊക്കെ ഉണ്ടായിരുന്നു, ഇത് മോഷണം പോയതാണോ എന്താണെന്ന് ഒന്ന് കണ്ടുപിടിക്കണം. നമുക്ക് സാറൊന്ന് പ്രശ്നം വച്ച് നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ വെക്കാം, പ്രശ്നം വെക്കുക എന്ന് പറഞ്ഞാൽ ഈ കബഡിയൊക്കെ നിരത്തി ആരൂഢം കണ്ടുപിടിക്കുന്നൊരു സമ്പ്രദായമുണ്ട്. ഞാനതിന് പോയില്ല. മറിച്ച് അന്നേരത്തെ ഗ്രഹനില, ആ സമയത്തെ ഗ്രഹനില, ഒരു കുഞ്ഞ് ജനിക്കുന്ന ആ സമയത്തെ ഗ്രഹനില എന്നതുപോലെ എടുക്കുമ്പോൾ നമുക്ക് ഭാവം അതിൽ ചിന്തിക്കും. ഭാവം എന്ന് പറഞ്ഞാൽ ഭാവാൽ ഗ്രഹങ്ങൾ മാറിയിട്ടുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും, അത് പ്രശ്നത്തിൽ നോക്കുന്നില്ല. ലഗ്നവുമായി ബന്ധപ്പെട്ട് ഏതേത് രാശികളിൽ ഗ്രഹം നിൽക്കുന്നു. ലഗ്നം വന്നിരിക്കുന്നത് ചിങ്ങൻ രാശി, ശനിയും ഗുരുവും 5-ൽ, അതായത് ധനുവിലുണ്ട്. 7-ൽ ബുധനും ശുക്രനും, അതായത് കുംഭത്ത്. മീനത്ത് രവിയും ചന്ദ്രനും, ഇടവത്ത് കുജൻ, സർപ്പൻ, ശിവി, മാന്തി. ഇതാണ് കാലാവസ്ഥ. ഈ ഗ്രഹനിലയിലേക്ക് സൂക്ഷ്മതയോടെ, ഒരല്പം ശ്രദ്ധയോടെ, ഒരല്പനേരം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം കാര്യം പിടികിട്ടും. പക്ഷെ കൃത്യമാവണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്നാലും ഞാൻ നോക്കി, കുറച്ച് കഴിഞ്ഞപ്പോൾ, കുറച്ചല്ല, അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിച്ചു. ഞാൻ പറഞ്ഞു, സാധനം അവിടെ ഉണ്ട്, മറഞ്ഞു കിടപ്പാണ്, നിങ്ങൾ തിരക്കി നോക്കിക്കൊള്ളൂ, കിട്ടാതിരിക്കില്ല, കിട്ടും, സാധനം അവിടെ നിന്ന് പോയിട്ടില്ല. ഈ ഊഹം എങ്ങനെയാണ് കിട്ടിയത്? വല്ല ഹിമാലയ സാനുക്കളിൽ തപസ് ചെയ്ത് അതീന്ദ്രിയ ജ്ഞാനം കൊണ്ടാണോ? അല്ല. ജ്യോതിഷത്തിൽ മില്ലിമീറ്റർ കൃത്യമല്ലെങ്കിലും ചില നിയമങ്ങൾ അവർ പറഞ്ഞു വച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ പഠിച്ചാൽ സ്വാഭാവികമായിട്ട്, ഞാൻ നിങ്ങൾക്ക് ലളിതമായി മനസ്സിലാക്കത്ത രീതിയിൽ ഞാൻ എങ്ങനെയാണ് ഊഹിച്ചെടുത്തത് എന്ന് ചെറിയ രീതിയിൽ പറഞ്ഞു തരാം. ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ആദ്യം ലഗ്നത്തെയും ലഗ്നാധിപനെയുമാണ് നോക്കേണ്ടത്. നോക്കൂ, ലഗ്നം വന്നിരിക്കുന്നത് സ്ഥിരരാശിയിലാണ്. ഇവിടെയൊക്കെയാണ് ചരം, സ്ഥിരം, ഉഭയം രാശികളെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. ചരം, സ്ഥിരം, ഉഭയം. സ്ഥിരരാശി ലഗ്നമായി വരികയും ഒരു പ്രശ്നം വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു, കളവ് അല്ലെങ്കിൽ ഒരു സാധനം കാണാതായിരിക്കുന്നു. സ്ഥിരരാശി ആയതുകൊണ്ട് ആദ്യത്തെ ഊഹം വരുന്നത് സാധനം അവിടെ തന്നെയുണ്ട്. ലഗ്നാധിപൻ എവിടെ? ലഗ്നാധിപൻ 8-ൽ മറഞ്ഞു കിടക്കും. പക്ഷേ 8-ൽ നിൽക്കുകയാണെങ്കിലും ലഗ്നാധിപൻ ഉച്ചത്തിലേക്കുള്ള, ആരോഹി എന്ന് പറയും, ഉച്ചത്തിലേക്കുള്ള സഞ്ചാരം. നീചത്തിലേക്കുള്ള സഞ്ചാരം അവരോഹി എന്നും പറയും. മറഞ്ഞു കിടക്കുന്നു എന്ന സ്ഥിരരാശിയുമാണ്. ലഗ്നാധിപൻ 8-ലുമാണ്, മറഞ്ഞു കിടക്കുകയാണ്. 12-ാം ഭാവപതിയുമായിട്ട് ഒരു അധമയോഗം പ്രദാനം ചെയ്തുകൊണ്ട്, പക്ഷേ ചന്ദ്രനും ഉച്ചത്തിലേക്കുള്ള സഞ്ചാര പഥത്തിലാണ്. ഇനി ഒരു പുറപ്പെട്ടു പോയ ആളോ അല്ലെങ്കിൽ ഇങ്ങനെ മോഷണം പോയ സാധനമോ തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്ന് ചിന്തിക്കപ്പെടുന്നത് 7 കൊണ്ടാണ്. നമുക്കിവിടത്തെ 7 നോക്കാം. 7-ൽ ബുധനും ശുക്രനും, 2-ഉം 11-ഉം ഭാവപതി ബുധനും സമ്പത്തിന്റെ കാരകനുമായ ശുക്രനും 2 ശുഭബന്ധങ്ങൾ എന്ന് മാത്രവുമല്ല, 7-ാം ഭാവപതി ശനി പാപനാണെങ്കിലും 5-ൽ നിന്നുകൊണ്ട് ആശ്രയ രാശ്യാധിപനായ ഗുരുവുമായി ചേർന്ന് 7-ലേക്ക് ദൃഷ്ടി. സാധനം തിരിച്ച് കിട്ടണമല്ലോ. ഇവിടെ ബാധകാധിപനെയോ ഒന്നുമേ ഞാൻ ചിന്തിച്ചിട്ടില്ല. വേറൊന്നും രാഹു കേതുക്കളെയോ മാന്തിയോ ഒന്നും പ്രശ്നത്തിൽ പോലും ചിന്തിക്കാതെ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ നിഗമനത്തിലെത്തുകയും ഞാൻ വിളിച്ച് പറയുകയും ചെയ്തു. എന്നാലും എനിക്ക് ആശങ്കയുണ്ടായിരുന്നു.
ഇത് ശരിയാവും. പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഫോൺ കോൾ വന്നു, സാർ സാധനം കിട്ടി. അവർ സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയാ ഈ ശാസ്ത്രത്തെ, ഈ ജ്യോതിഷം എന്ന ശാസ്ത്രത്തെ ഒരു ദൈവജ്ഞൻ മറ്റുള്ളവർക്കായി പ്രയോജനപ്പെടുന്ന രീതിയിൽ പകർന്നു നൽകേണ്ടത്. അല്ലാതെ ചൂഷണത്തിലേക്ക് വേണ്ടിയാകരുത്. കടം കയറി മുടിഞ്ഞു കിടക്കുന്ന ഒരുത്തനോട് സ്വർണം ഉണ്ടാക്കിക്കൊണ്ട് ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ വെക്കാൻ പറയരുത്. അവനെ വീണ്ടും ദുരിത കയങ്ങളിലേക്ക് പറഞ്ഞേക്കരുത്. അപ്പോൾ ഈ പ്രശ്നം എന്ന സംഗതി അതിബൃഹത്താണ്. ഒരുപാട് നിയമങ്ങളുണ്ട്. അടുത്ത ഒരു എപ്പിസോഡ് കൂടി ഞാൻ ഈ വിഷയത്തെപ്പറ്റി ചില ചെറിയ സംഗതികൾ കൂടെ സംസാരിച്ചിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ ജാതക നിരൂപണ സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ജ്യോതിഷ ശാസ്ത്ര പഠനത്തിലെ ഏതെങ്കിലും ഒരു പോർഷനിലേക്ക് തിരിഞ്ഞ് അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പ്രശ്നത്തിലേക്ക് വരാം. പ്രശ്നം ഇത് മാത്രമല്ല, ഈ മട്ടിൽ മനുഷ്യന് മാത്രം പ്രശ്നമായിട്ട് ഇപ്പം കണക്കാക്കുന്നില്ല. ദേവപ്രശ്നം എന്ന് പറഞ്ഞ് മറ്റ് ബൃഹത്തായൊരു ശാസ്ത്രശാഖയുണ്ട്. ദേവപ്രശ്നം എന്ന് പറഞ്ഞാൽ ദേവനെന്താ പ്രശ്നം? നിസ്സാരനായ ഇത്തിരി കാലം ഇവിടെ വന്നുപോയ നമുക്കാ പ്രശ്നം. ദേവനൊരു പ്രശ്നവുമില്ല. എന്നാലും ഒരമ്പലത്തിൽ ദേവചൈതന്യം ഉണ്ടോ ഇല്ലയോ അങ്ങനെയൊക്കെ പരിശോധിക്കപ്പെടുന്ന ഒരു സംവിധാനമുണ്ട്. അതും നമുക്ക് കാലങ്ങൾ കഴിയുമ്പോൾ അതും പരിചയപ്പെടാം. അപ്പോൾ ഇന്നത്തെ ജ്യോതിഷ വിഷയം ഇവിടെ തീർന്നു. സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്തു പോവാം. ഇനി ആനുകാലിക ഇന്നത്തെ സാമൂഹ്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വളരെയേറെ ഗുരുതരമായ ഒരു വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത്. അത് ഈ ചാനലിൽ എന്തിന് ഇയാൾ സംസാരിക്കണം എന്ന് ചോദിച്ചാൽ അതെൻ്റെ മനസ്സിൻ്റെ സുഖമാണ്. എനിക്കിങ്ങനെ സംസാരിക്കുമ്പോഴാണ് എനിക്ക് ഇത്തിരി സന്തോഷം കിട്ടുക. എൻ്റെ സന്തോഷം ഞാനല്ലേ കണ്ടെത്തേണ്ടത്. ഞാനിന്ന് ഇവിടെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഈ വർത്തമാനകാല സാഹചര്യങ്ങൾ നമ്മുടെ കേരളീയ മനസാക്ഷിയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ധാരണകളെ തിരുത്തി കുറിച്ചുകൊണ്ട് ഒരു സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയും പരിപൂർണമായും നഗ്നമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് നിൽക്കുന്നത്. എന്താണത്? ഒരു കലാരംഗം, ഒരു സിനിമാരംഗം, നമ്മൾ ആരാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആരാധ്യരായി പ്രതിഭകൾ എന്ന് കരുതിയിരുന്ന പലരും കള്ള നാണയങ്ങളാണെന്നും ചെകുത്താന്മാരാണെന്നും മനസ്സിലാക്കുക എല്ലാ രംഗത്തും ഉണ്ട്. സിനിമയിൽ മാത്രമല്ല, എല്ലാ രംഗങ്ങളിലും നമ്മൾ ആരാധിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ബിംബങ്ങളായി കരുതി വച്ചിരിക്കുന്നതെല്ലാം കള്ളനാണയങ്ങളാണെന്ന് സത്യത്തിൽ ഈ മുഖം മൂടി ധരിച്ച് വരുന്നവർ അറിയും. അത് ഒരു നാൾ കള്ളങ്ങൾ വെളിവാകുക തന്നെ ചെയ്യും. നോക്കൂ, ഞാനത് വിശദീകരിക്കുന്നില്ല. 1-2 ആഴ്ചക്കാലമായി, ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു റിപ്പോർട്ട്, ഹേമ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ, ഇന്ന് ഭരിക്കുന്നവൻ അന്നും ഭരിച്ചിരുന്നു, ഇവർക്ക് കൊടുത്തത് അത് അവർ പൂഴ്ത്തിവെക്കാൻ കാര്യം എന്താ? സിനിമാ മേഖലകളിൽ ആരോപണ വിധേയമായിട്ടുള്ള എല്ലാവരും ഇന്ന് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗത്വമുള്ളവരോ അല്ലെങ്കിൽ അതിനെ പിൻബലത്തിൽ നിൽക്കുന്നവരോ ആണ് എന്നുള്ളതാണ്. ഇന്ന് ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല, ഞാനൊരു രാഷ്ട്രീയക്കാരൻ്റെയും ഒരു മതത്തിൻ്റെയും ഭാഗമല്ല. കണ്ണും കാതും തുറന്നു വച്ച് സമൂഹത്തിന് നേരെ നോക്കുന്നവന് ചില സത്യങ്ങൾ വിളിച്ചു പറയേണ്ടി വരും. തീർച്ചയായിട്ടും അത് പറയുക തന്നെ വേണം. ഒരു കാലത്ത് നമ്മുടെ ബൈബിള് പോലെ, വിശുദ്ധ ഖുർആൻ പോലെ, ഭഗവത്ഗീതയെപ്പോലെ ചേർത്ത് പിടിക്കപ്പെടാവുന്ന ഒരു ഗ്രന്ഥമാണ് ഈ കാറൽ മാർക്സ് എഴുതിയ മൂലധനം എഴുതിയ കാറൽ മാർക്സ് മനുഷ്യരാശിക്ക് വേണ്ടി, മനുഷ്യത്തിലെ ഒരു വിഭാഗം അടിമത്തത്തിലേക്ക്, ദാരിദ്ര്യത്തിലേക്ക്, ദുഃഖത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി ചില സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അയാൾ പട്ടിണി കൊണ്ടാണ് മരിച്ചത്. അവസാനം ഭാര്യയ്ക്കും പിള്ളേർക്കും കഞ്ഞിക്ക് വകയില്ലാതെ അദ്ദേഹവും പട്ടിണി കിടന്നാണ് മരിച്ചത്, ആ മഹാനായ മനുഷ്യൻ. അങ്ങനെ
ആ പ്രസ്ഥാനത്തിൻ്റെ ചിന്തകൾ കേരളത്തിലെത്തുകയും അത് ഒരു കാലഘട്ടത്തിൽ സാമൂഹ്യ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ഒട്ടനവധി പേരുടെ ചോരയും നീരും അതിലേക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുകയും ചെയ്തു. ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ സംഗതിയുടെ അവസ്ഥ എന്താണ്? ഇത് ആവശ്യമില്ലാത്ത ഒരു സംഗതിയായി മാറിക്കഴിഞ്ഞിരുന്നു. സർവ അഴിമതിക്കാരുടെയും സർവദാർഢ്യക്കാരുടെയും നോക്കൂ, നമ്മളും അതിന് ഉത്തരവാദിയാണ്. ഒരു ആശയത്തിൻ്റെ പേരിൽ വേറൊരു പാർട്ടി ഉണ്ടാക്കി പ്രവർത്തിച്ചു വരുന്ന ഒരുത്തനെ ആശയം കൊണ്ട് നേരിടേണ്ടതിന് പകരം സ്വന്തം പാർട്ടിയിലെ ഗുണ്ടകളെ കൊണ്ട് 51 വെട്ടി ക്രൂരമായി കൊലപാതകം ചെയ്തിട്ട് അവൻ്റെ ശവശരീരത്തിൽ നിന്ന് ഒരുത്തൻ ഗർജിക്കുന്നു, ചത്താലും അവൻ കുലം കുത്തി തന്നെയെന്ന്. അയാളെ തന്നെ വീണ്ടും തിരഞ്ഞെടുത്ത് മുഖ്യമന്ത്രിയാക്കിയവരാണ് നമ്മൾ. നോക്കൂ, ഒരാശയ സംഘടന നടക്കുമ്പോൾ ഒരുത്തൻ്റെ മുഖത്ത് നോക്കി നാറി എന്നും പരനാറി എന്നും വിളിക്കാൻ അയാൾക്ക് ധൈര്യം ഉണ്ടായി. നാറി എന്ന് പറഞ്ഞാൽ എന്താണ്? വിയർപ്പിൻ്റെ മണം, വിയർപ്പിൻ്റെ നാറ്റമാണ്, അധ്വാനിക്കുന്നവൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന മണമാണ്. അവനെ നാറി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു. പരനാറി എന്ന് പറഞ്ഞാൽ എന്താണ്? മലം ചുമക്കുന്നവൻ, തോട്ടി. ഈ തോട്ടി പണി ചെയ്യുന്നവൻ്റെ വേദനകളെല്ലാം കടഞ്ഞെടുത്ത് തകഴി എന്ന ജ്ഞാനപീഠ അവാർഡ് ജേതാവ് തോട്ടിയുടെ മകൻ എന്ന അതികരളിലേൽപ്പിക്കുന്ന ബൃഹത്തായ നോവൽ മലയാളത്തിന് സംഭാവന ചെയ്തു. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരാൻ ഇത്തരം ആശയങ്ങൾ സഹായിച്ചിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വളക്കൂറേകാൻ ഒട്ടനവധി രക്തസാക്ഷികളുണ്ട്. അതിന് ഒട്ടനവധി പേർ ഇന്ന് അതിൻ്റെ എല്ലാം പിൻബലത്തിൽ അധികാരത്തിൻ്റെ സുഖലോലുപതകളിൽ കിടന്നാറാടി മറ്റുള്ളവരുടെ മേൽ കുതിര കയറാൻ, അധികാരത്തിൻ്റെ പിൻബലത്തിൽ കുതിര കയറാൻ. നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആൾക്കാർ കുറച്ച് പെണ്ണുങ്ങൾ ഇവിടെ കിടന്ന് തുള്ളുന്നുണ്ട്. 75,000 1 ലക്ഷം രൂപയുടെ ചുരിദാറ ഇവറ്റകൾ ധരിക്കുന്നത്. റിസോർട്ട് ഇട്ടുന്ന മസാജാ ഇവരുടെ പണി. നോക്കൂ, ഈ പാർട്ടി ഇനി നമുക്ക് ആവശ്യമില്ല. പിന്നെ ഏത് പാർട്ടിയാണ് കൊള്ളാവുന്നത്? ഒന്നും കൊള്ളുകയല്ല. ഞാൻ രാഷ്ട്രീയക്കാരനല്ല. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുക. ഫ്രാൻസിലെ ഒരു അക്കാദമി വർഷം തോറും ഒരു കുഞ്ഞ് ചെറുകഥാ മത്സരം നടത്തുന്നുണ്ട്. ഒരു പേജിൽ കഴിയാൻ പാടില്ല, 10 വാക്യങ്ങൾക്കും അപ്പുറം എഴുതാനും പാടില്ല. അതിനകം അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ സംഗതി അതിനകത്തുണ്ടായിരിക്കണം. 25 ലക്ഷം രൂപയാണ് അതിൻ്റെ പ്രൈസ് വരിക. അതായത് ഒരു A4 പേപ്പറിൽ പോലും നിറയില്ല 10 വാക്യങ്ങൾ. 25 ലക്ഷം രൂപ. 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അർജന്റീനക്കാരനായ 25 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ ഒരു കഥ എഴുതി കൊടുക്കുകയും മത്സരത്തിൽ അയാൾക്ക് സമ്മാനം കിട്ടുകയും ചെയ്തു. ആ കഥയുടെ കണ്ടംറ്റ്, ആ കഥ അതേ വാക്യങ്ങൾ എനിക്ക് ഓർമ്മയില്ല, അതിൻ്റെ കണ്ടംറ്റ് ഇതാണ്. അയാൾ ബസ് കാത്തു നിൽക്കുകയായിരുന്നു ഓഫീസിലേക്ക് പോകാൻ. അപ്പോഴാണ് എതിർ സൈഡിലെ 8ാം നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഒരു 5 വയസ്സുകാരനായ കുട്ടി അയാൾക്ക് നേരെ കൗതുകത്തോടെ കൈകൾ തോക്കുകളായി ചൂണ്ടുകയും ഠേ എന്ന് വെടിവെക്കുകയും ചെയ്തത്. അയാൾ ആ കുട്ടിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അയാൾ നെഞ്ചകത്തിലേക്ക് വെടികൊള്ളുന്നതായി അഭിനയിക്കുകയും ആ കുട്ടിയെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. ദിവസങ്ങളോളം ഈ കളി തുടർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം അയാൾക്ക് ബസ് വരാൻ വൈകി. അപ്പോഴത്തേക്കും ഈ കുട്ടി ഈ കളി ഇങ്ങോട്ട് കാണിച്ചപ്പോൾ ആ കുട്ടിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അയാളുടെ കൈകൾ തോക്കുകളാക്കി ആ കുട്ടിക്ക് നേരെ ചൂണ്ടുകയും ഠേ എന്ന് വെടിപൊട്ടിക്കുകയും ചെയ്തത്. പെട്ടെന്ന് തന്നെ ആ കുട്ടി ആ 8ാം നിലയിൽ നിന്നും താഴേക്ക് പതിക്കുകയും ചോരക്കളത്തിലാവുകയും ചെയ്തു. പരിഭ്രാന്തനായി ഇയാൾ ആ കുട്ടിയുടെ അടുത്തേക്ക് പോവുകയും കുട്ടിയെ താങ്ങിയെടുക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, അയ്യോ കുട്ടി, നീ എന്നോട് കാണിച്ചതുപോലെ ഒരു കളിയല്ലേ ഞാനും നിന്നോട് കാണിച്ചല്ലോ. അപ്പോൾ ആ കുട്ടി പറയുകയാണ്, അങ്കിൾ കളിച്ചതാണെന്ന് എനിക്കറിയായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആ കുട്ടി കണ്ണുകൾ അടക്കുകയും ചെയ്തു. നോക്കൂ, ഈ കുട്ടി നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു പൊട്ടക്കഥയാണെന്ന് തോന്നും. പക്ഷേ ആ കുട്ടി പ്രതിനിധീകരിക്കുന്ന ഒരു ജനസമൂഹമുണ്ട്. അശരണരായ, വിദ്യാഭ്യാസമില്ലാത്ത, അല്ലെങ്കിൽ എല്ലാ രീതിയിലും പാർശ്വവൽക്കരിക്കപ്പെടുന്ന
മാറ്റി നിർത്തപ്പെടുന്ന ദുർബലരായ ഒരു ജനവിഭാഗം. അവരുടെ നേരെ നിങ്ങളുടെ ശക്തി കൊണ്ട്, അധികാരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, അറിവിൻ്റെ ഗർവ് കൊണ്ട് അവരുടെ നേരെ കളിയാക്കി നേർക്കുന്ന, അവരുടെ മേൽ ചൂണ്ടി കളിയാക്കി വെക്കുന്ന ഓരോ ടേവെടി പോലും, വെറുതെ കളിയാക്കൽ പോലും അവർക്ക് കൊള്ളും, അവരെ വേദനിപ്പിക്കും, അവരെ മരണത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് വിനീതമായ എനിക്കൊരപേക്ഷ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട്, ദുർബലരോട്, ബലഹീനരോട്, അറിവില്ല എന്ന് കരുതുകയും നിങ്ങൾക്ക് അറിവുണ്ടെന്ന് ഗർവ് കാണിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഒരിക്കലും അവർക്ക് നേരെ കളിയാക്കി പോലും അവർക്ക് നേരെ കൈയോങ്ങരുത്, വാക്കുകൾ പ്രയോഗിക്കരുത്. അത് അവരെ വേദനിപ്പിക്കും. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാൻ. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യണം എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നന്ദി.